ജാസ്മിന്റെ കള്ളക്കളിക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് നന്ദന ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ പവർ ടീമും അതോടൊപ്പം തന്നെ ടീം ഡെന്നും തമ്മിലുള്ള മത്സരമായിരുന്നു. അടുത്ത വീക്ക് ആരാവും പവർ ടീം എന്ന് നിശ്ചയിക്കുന്ന മത്സരമായിരുന്നു ഇത്. ഡെന്നിലെ മത്സരാർത്ഥികൾ ജിൻഡോ, ജാസ്മിൻ, അൻസിബ എന്നിവരാണ്. പവർ ടീമിൽ ഗബ്രി, ശരണ്യ, ശ്രീരേഖ, ഋഷി എന്നിവരാണ് പവർ ടീമിലുള്ളത്. അങ്ങനെ പവർ ടീമും ഡെന്നും തമ്മിലുള്ള മത്സരമായിരുന്നു. ഗബ്രിയുടെ ടീം എങ്ങനെയെങ്കിലും ജയിക്കണം. അതിനുവേണ്ടി പരിശ്രമിച്ചത് ഗബ്രിയുടെ ടീമിലുള്ളവരെക്കാൾ ജാസ്മിനാണ്. തന്നെ തൊട്ടു പിടിച്ചു ഞെക്കി എന്നൊക്കെ പറഞ്ഞ് ഗബ്രി ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. അതിനിടയ്ക്ക് ഔട്ടായതിന്റെ ഫ്രസ്ട്രേഷനിൽ മുടിയനും കിടന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടു. അങ്ങനെ ഏറ്റവും അവസാനത്തെ റൗണ്ടിൽ ജിൻഡോയും ജാസ്മിനും ഗബ്രിയും ശരണ്യുമാണ് കളിച്ചത്. ബാക്കി ടീം മെമ്പേഴ്സ് ഒക്കെ ഔട്ടായിരുന്നു. മത്സരത്തിന് തൊട്ടു മുമ്പ് ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഐസ് വായിലിട്ട് പോയി കളിക്കാൻ തുടങ്ങുന്ന ജാസ്മിനെ കാണാം. ഐസ് വായിലിട്ടുകൊണ്ടാണ് ജാസ്മിൻ ഓടുന്നത്. അതിനുശേഷം ജാസ്മിൻ ഇറക്കിയ ഒരു വലിയ ഡ്രാമയുണ്ട്, ശ്വാസമുട്ടൽ പോലെ. ഒരു ശ്വാസമുട്ടലുള്ള ആരെങ്കിലും ഫ്രിഡ്ജിലുള്ള ഐസ് എടുത്ത് വായിലിടുവോ? ജാസ്മിൻ ഔട്ടായ ശേഷം വലിയൊരു ഡ്രാമ ജാസ്മിൻ അവിടെ കളിച്ചു. അങ്ങനെ ഗെയിം വിചാരിച്ചതുപോലെ തന്നെ ഗബ്രി ടീം തന്നെ ജയിച്ചു. അടുത്ത ആഴ്ചയിലും പവർ ടീം ഗബ്രി ടീം തന്നെയായിരിക്കും. അങ്ങനെ ഒരു സേഫ് കളി കളിച്ച് ഗബ്രീനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ജാസ്മിൻ. ഇത് അവിടെ ഇരുന്ന നന്ദന ചോദിക്കുകയുണ്ടായി. രണ്ട് വള്ളത്തിലിരുന്ന് കാലിട്ട് കളിക്കുന്ന കളിയാണ് ജാസ്മിൻ കളിച്ചത്. അങ്ങനെ ജാസ്മിനും നന്ദനയും തമ്മിൽ വലിയൊരു ഫൈറ്റായി. നന്ദന പറയേണ്ടതെല്ലാം മുഖത്ത് നോക്കി പറഞ്ഞു. ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ ആർക്കും ഇല്ലാത്തൊരു ധൈര്യം നന്ദന കാണിച്ചു. ജാസ്മിന്റെ കള്ളക്കളി തുറന്നടിച്ച് നന്ദന ജാസ്മിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ജാസ്മിൻ കറക്റ്റ് ചന്തയിലൊക്കെ സംസാരിക്കുന്ന വെറും തരംതാണ രീതിയിലാണ് സംസാരിച്ചത്. നന്ദന ഒട്ടും വിട്ടുകൊടുത്തില്ല. ജാസ്മിന് ശരിക്കും മറുപടി കൊടുത്തു. നന്ദന, നിന്റെ കളി കണ്ട ചോറുണ്ടെന്ന ആർക്കാണെങ്കിലും മനസ്സിലാവും. ഇതുപോലെ വൃത്തികെട്ട കളി കളിക്കാതെടി എന്നാണ് നന്ദന പറഞ്ഞത്. നീ ഗബ്രിക്ക് വേണ്ടിയാണ് കളിക്കുന്നതെങ്കിൽ ഗബ്രിയുടെ കൂടെ പോയി കളിക്കടി എന്ന് പറഞ്ഞു. നിന്റെ ഈ ചാട്ടം ഗബ്രിയോട് മതി, എന്നോട് വേണ്ട എന്ന് നന്ദന പറയുന്നുണ്ട്. രണ്ട് വെള്ളത്തിൽ കാലിട്ട് ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന കളിയാണ് നീ കളിച്ചത് എന്ന് ജാസ്മിന്റെ മുഖത്ത് തുറന്നടിച്ച് നന്ദന പറഞ്ഞു. ജാസ്മിൻ കളിച്ച കള്ളക്കളി കണ്ടുപിടിച്ച നന്ദന പറഞ്ഞത് ജാസ്മിനെ ഏറെ പ്രകോപിപ്പിച്ചു. മറ്റാരും ഇതേപ്പറ്റി സംസാരിക്കുന്നില്ലായിരുന്നു. നന്ദന അതേപ്പറ്റി സംസാരിച്ചത് ജാസ്മിന് ശരിക്കും ഒരു അടിയായി. എന്നാൽ ഈ വഴക്കിന്റെ ഇടയ്ക്ക് ഒരക്ഷരം പോലും ഗബ്രി മിണ്ടിയില്ല. കാരണം ഗബ്രി മിണ്ടിയെങ്കിൽ ഗബ്രിക്കിട്ടും തിരിച്ചു കിട്ടുമെന്ന് ഗബ്രിക്ക് അറിയാം. അവർ കളിച്ച കള്ളക്കളിയെ പറ്റി വ്യക്തമായിട്ട് ഗബ്രിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരക്ഷരം മിണ്ടാതെ ജാസ്മിനെ റൂമിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്ന ഗബ്രീനെ കാണാം. അവിടെ എന്ത് വഴക്കുണ്ടായാലും അവിടെ പോയി ഇടപെടുന്ന ആളാണ് ഗബ്രി. എന്നാൽ ഈ വഴക്കിൽ ഗബ്രി ഇടപെട്ടില്ല. അങ്ങനെ ജാസ്മിന്റെയും കൂടെ സഹായത്താൽ ഇപ്പൊ നിലവിലുള്ള പവർ ടീം തന്നെയാണ് അടുത്ത വീക്കും പവർ ടീം.